ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴും പകൽ സമയത്ത് ആകാശത്ത് കാണാറുള്ള നമ്മുടെ സൂര്യൻ ഒരു ദിവസം അവന്റെ അരികിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. ഓവറായിട്ട് സങ്കല്പിക്കേണ്ട എക്സ്ട്രീംലി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു ദൗത്യം കിട്ടിയ ഒരു 8 പേര് ഇക്വാറസ് 2 എന്ന പേടകത്തിൽ നേരെ സൂര്യനിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ, സൂര്യനിൽ നിന്നും ഇപ്പൊ പഴയതുപോലെ ചൂടൊന്നും വരുന്നില്ല. ഭൂമിയിൽ ഭയങ്കര തണുപ്പാണ്. ഇങ്ങനെ പോയാൽ മനുഷ്യർ മുഴുവൻ ഐസായിട്ട് മരണപ്പെട്ടു പോകും. സോ ഈ സൂര്യനിൽ പോയിട്ട് വലിയൊരു ബോംബിട്ട് പൊട്ടിച്ച് സൂര്യനെ പഴയതുപോലെ ആക്കാനാണ് ഒരു കൂട്ടം ആസ്ട്രോണറ്റ് മരണതുല്യമായ ഒരു ദൗത്യവുമായിട്ട് സൂര്യനിലേക്ക് പോകുന്നത്. ഒരു കിട്ടിലൻ കഥയാണ്. അവസാന ഭാഗം നല്ല രസമാണ്. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവുകയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. കഥ ആരംഭിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു കാര്യം അറിയാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയും എല്ലാത്തിന്റെയും എനർജി സ്രോതസ് എന്ന് പറയുന്നത് അത് സൂര്യനാണ്. ആ സൂര്യൻ ഇല്ലാതായാൽ നമ്മളും ഇല്ലാതാവും. അങ്ങനെ ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. സൂര്യൻ അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂര്യനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു ദൗത്യവുമായിട്ട് ഇക്വാറസ് എന്നു പേരുള്ള ഒരു പേടകവും അതിൽ കുറച്ച് ആളുകളും 7 വർഷങ്ങൾക്ക് മുന്നേ സൂര്യനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ പോയ ആ ഒരു ദൗത്യം അത് അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു? ഒന്നും അറിയില്ല. എന്തായാലും ഇന്ന് ഈ ദിവസം വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് 16 മാസങ്ങൾക്ക് മുന്നേ ഇക്വാറസ് 2 എന്ന പേടകത്തിൽ മറ്റൊരു ദൗത്യവുമായിട്ട് റോബർട്ട് കാപ്പയും അദ്ദേഹത്തിന്റെ കൂടെ 7 പേരും കൂടെ ഒരു വലിയ മിറേർഡ് സ്റ്റെല്ലാർ ബോംബുമായിട്ട് അവർ സൂര്യനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മിറേർഡ് സ്റ്റെല്ലാർ ബോംബ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വിഷ്വലിൽ കാണുന്നില്ലേ, അതായത് വലിയൊരു പേടകം, അതിന്റെ മുന്നിലായിട്ട് വലിയ മിറർ പോലെയുള്ള ഒരു പാനൽ, ആ പാനലിന്റെ തൊട്ട് പിറകിലായിട്ട് ഒരു വലിയ പേലോഡ്, അതൊരു വലിയ ബോംബാണ് സ്റ്റെല്ലാർ ബോംബ്. ഈ ലോകത്തിൽ, അതായത് നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ആസ്ട്രോണറ്റ്സും എല്ലാ കമ്പനിയും എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു വലിയ ബോംബാണിത്. ഇത് സൂര്യനിൽ കൊണ്ട് ഇട്ട് പൊട്ടിക്കുകയാണെങ്കിൽ സൂര്യനെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ തണുത്തുറഞ്ഞ നമ്മുടെ ഭൂമിയിൽ നിന്നും രണ്ടാമത് ഈ ദൗത്യവുമായിട്ട് റോബർട്ട് കാപ്പയും അദ്ദേഹത്തിന്റെ സംഘവും കൂടെ സൂര്യനിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഇതിനുശേഷം ഇക്വാറസ് എന്ന ആ പേടകം കാണിക്കുകയാണ്. ഈ പേടകം സൂര്യനിലേക്ക് അതിവേഗത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ആ ഒരു പേടകത്തിനുള്ളിലുള്ള ഡോക്ടർ സിറിലിനെയാണ്. ഇദ്ദേഹത്തിന് ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു ഹോബിയുണ്ട്. അതായത് തീവ്രമായിട്ടുള്ള പ്രകാശമായിരിക്കുമല്ലോ സൂര്യനോട് അടുക്കുന്തോറും നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ആ പ്രകാശത്തിന്റെ തീവ്രതയെ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വല്ലാത്ത ഹോബി ഈ ഡോക്ടർ സിറിലിനുണ്ട്. അപ്പൊ ഈ ഒരു പ്രകാശം അങ്ങനെ എപ്പോഴും ഇവർക്കായിട്ട് എക്സ്പോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കത് ഭയങ്കര പ്രശ്നമാണ്. സോ അതിനായിട്ട് ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫിൽറ്റർ എന്നല്ല, മുഴുവനായിട്ടുള്ള ഈ പേടകത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന ആ ഒരു സിസ്റ്റം, അതിന്റെ പേര് കൂടിയാണ് ഇക്വാറസ്. അപ്പൊ ഇക്വാറസിനോട് സൂര്യനിൽ നിന്നും വരുന്ന എത്ര % ലൈറ്റ് എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് ഈ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് വെറും 2% മാത്രമേ ഉള്ളൂ. എന്നിട്ട് തന്നെ അത് ഭയങ്കര തീവ്രമായിരുന്നു. അത് അവന് താങ്ങാനൊന്നും കഴിയുന്നില്ല. എന്നാൽ അത് 2% എന്നുള്ളത് 4% ആക്കി ആ ഒരു ഫിൽറ്റർ മാറ്റാൻ വേണ്ടി ഇക്വാറസിനോട് നമ്മുടെ ഈ ഒരു ഡോക്ടർ സിറിൽ പറയുന്നുണ്ട്. എന്ന് ഇക്വാറസ് പറയണു, ഒരിക്കലും നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ആ പ്രകാശത്തിന്റെ തീവ്രത അതിങ്ങനെ കണ്ട് ആസ്വദിക്കാനായിട്ട് ഇയാൾക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നിനക്ക് മാക്സിമം എത്ര വരെ കൂട്ടാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒരു 3.1 വരെ പറ്റും. അത് 30 സെക്കൻഡത്തേക്ക് മാത്രം. എന്തായാലും അതിതീവ്രമായിട്ടുള്ള ആ ഒരു പ്രകാശം വരികയാണ്. 30 സെക്കൻഡ്. ഇയാൾക്ക് എന്തെന്നറിയില്ല, വല്ലാത്തൊരു ഹോബി. ആ വെളിച്ചം ഇയാൾ അങ്ങനെ ആസ്വദിക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ്. അപ്പൊ ഇവരോട് എല്ലാവരോടുമായിട്ട് ഇവരുടെ ക്യാപ്റ്റനായിട്ടുള്ള കനേഡ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ടെമ്പറേച്ചറും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി വരികയാണ്. അതുകൊണ്ട് ഇനി വരുന്ന 24 മണിക്കൂർ മാത്രമേ ഭൂമിയിലേക്ക് നമുക്കിനി ഒരു മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അയക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചോന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഈ ക്യാപ്റ്റൻ കനേഡ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന താടി മുടിയൊക്കെ വളർത്തിയ ഒരാൾ കണ്ടില്ലേ, മെയ്സ്, ഇവൻ പറയാണ് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാവരും ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഒരുപാട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും മാനസികമായിട്ട് ഇതിന് പ്രിപ്പയർ ആവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ കനേഡ അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാണ്, ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും മെസ്സേജ് അയക്കാൻ ഇനി അധികം സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മെസ്സേജ് അയക്കാനായിട്ട് വരുന്നത് റോബർട്ട് ക്യാപ്പ എന്ന് പറഞ്ഞ ആളാണ്. ഇവനാണ് നമ്മുടെ കഥയുടെ ഒരു ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുന്നത് ഇവൻ തന്നെയാണ്. എന്തായാലും ആ ഒരു വീഡിയോ അവൻ റെക്കോർഡ് ചെയ്യാൻ ആരംഭിക്കാൻ കേട്ടോ. അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്നും എത്രയോ ദശലക്ഷം കിലോമീറ്റർ അകലേക്ക് ഇവർ പൊക്കോണ്ടിരിക്കുകയാണ്. അതും വളരെ വലിയൊരു ദൗത്യവുമായിട്ട് നമ്മുടെ സൂര്യനെ വീണ്ടും ഉണർത്താനായിട്ട്. തീരെ വെളിച്ചമില്ലാത്ത ഒരു ദിവസം, നിങ്ങൾ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ലൊരു വെളിച്ചം നിങ്ങൾക്ക് സൂര്യനിൽ കാണാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പിച്ചോ, ഞങ്ങൾ വന്ന ഈ ഒരു ദൗത്യം അത് വിജയകരമായിട്ട് ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റിയെന്നതാണ്. അങ്ങനെ ആ ഒരു വീഡിയോ മെസ്സേജും കാര്യങ്ങളൊക്കെ അവൻ ഉണ്ടാക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് മറ്റൊരു ആസ്ട്രോണറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ പേര് കൊറോസ എന്നാണ്. ഇവരുടെ ഈ ഒരു സ്പേസ് ഷിപ്പിലെ പ്രധാന ജോലി എന്താ വെച്ചാൽ ഈ ഒരു സ്പേസ് ഷിപ്പിലെ ഓക്സിജനും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതിനായിട്ട് തന്നെ ഇവർക്ക് ഈ പേടകത്തിനുള്ളിലായിട്ട് അതിമനോഹരമായിട്ടുള്ള എല്ലാവിധ ടെക്നോളജിയുള്ള ഒരു ഫാം തന്നെയുണ്ട്. അവിടെ ആവശ്യത്തിന് ജലമുണ്ട്, ഒരുപാട് സസ്യങ്ങൾ അവൾ വളർത്തുന്നുണ്ട്. ഇതിനെല്ലാത്തിനെയും കുറിച്ച് നല്ല അറിവുള്ള ആളാണ് ഈ ഒരു കൊറോസ. പിന്നീട് അവള് ആ ഒരു ലാബിലൂടെ, മീൻസ് ആ ഒരു ഫാമിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഓക്സിജന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നേരെ
ക്യാപ്റ്റൻ ആയിട്ടുള്ള കെനഡിയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അയാളുടെ ആ ഒരു ക്യാബിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് കെനഡി ആണെങ്കിൽ ഫിൽറ്റർ ചെറുതായിട്ട് മാറ്റിയിട്ട് അതിന്റെ ആ ഒരു പൂർണ്ണ തീവ്രതയോടുകൂടിയല്ല കേട്ടോ, നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ സൂര്യനെ അങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത രീതിയിൽ ക്യാപ്റ്റൻ കെനഡി അങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും റിപ്പോർട്ടുമായിട്ട് അങ്ങോട്ടേക്ക് കൊറോസ വന്നു. നല്ല രീതിയിൽ തന്നെ ഓക്സിജന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാത്ത അളവിൽ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടും ക്യാപ്റ്റൻ കെനഡിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. എന്നാൽ ആ സന്തോഷം ഇല്ലായ്മയുടെ കാരണം എന്താണെന്ന് കൊറോസയ്ക്ക് നന്നായിട്ട് അറിയാം. അതായത് എന്തുകൊണ്ടാണ് ആദ്യത്തെ മിഷൻ, അതായത് ഇക്വറസ് 1 അത് ഫെയിൽ ആയത്, അതിനുള്ള ഉത്തരം ഇപ്പോഴും ഇവർക്ക് കിട്ടിയിട്ടില്ല. സോ ഒരു ഭയം ഉണ്ട് അവരുടെ ഉള്ളിൽ, ഈ ഒരു മിഷൻ ഫെയിൽ ആവോ ഇല്ലയോ എന്നുള്ളത്. ഈ സമയത്താണ് ഷിപ്പിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും ഒരു അലേർട്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു റോബർട്ട് ക്യാപ്പയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട മെയ്സ് എന്ന് പറഞ്ഞ ആളും പൂരം തല്ലു നടക്കുകയാണ് എന്തോ ഒന്നിന്റെ പേരിൽ. അതായത് ആദ്യം തന്നെ വീഡിയോ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കയറിയത് ക്യാപ്പാണല്ലോ. അവൻ അധികം സമയം എടുത്തത് കൊണ്ട് തന്നെ ഈ മെയ്സിന് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. ഇതിന്റെ പേരിലാണ് അവൻ ഈ ഒരു ക്യാപ്പയെ തല്ലിക്കൊണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ ഭയങ്കര അഗ്രസീവാണ്, ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. എല്ലാവരും വന്ന് പിടിച്ചു മാറ്റിയാണ്. എന്നിട്ട് ആ ഒരു മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവൻ നേരെ ഡോക്ടർ സിറിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതോടെ അവൻ ഓക്കെ ആവുകയാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്, പ്രത്യേകിച്ചും നമ്മുടെ റോബർട്ട് ക്യാപ്പയോട്. അതുപോലെ തന്നെ ഈ മെയ്സ് അവന്റെ പ്രധാന ജോലി എന്താ വെച്ചാൽ ഈ പേടകത്തിലേക്ക് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അത് പ്രോപ്പർ ആയിട്ട് നോക്കലാണ് ഈ മെയ്സിന്റെ ആ ഒരു ജോലി. മാത്രമല്ല ആ ഒരു മെഷീൻ അത് പ്രത്യേകമായിട്ട് എപ്പോഴും തണുപ്പിച്ച് വെക്കണം. അതിനായിട്ട് തന്നെ നല്ല തണുപ്പുള്ള ഒരു കൂളൻ ടാങ്ക് ഉണ്ട്. അതിലേക്ക് ആ ഒരു മെഷീൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് പ്രോപ്പർ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് മെയ്സിന്റെ പ്രധാന ജോലി കേട്ടോ. ഇതിനുശേഷം വീണ്ടും കഥയുടെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കാൻ ഒരു ലേഡിയാണ് കേസി. അതായത് ഇവർ പോകുന്ന ആ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്യലാണ് അവളുടെ പ്രധാന ജോലി. ഇപ്പൊ കേസി എല്ലാവരെയും വിളിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എല്ലാവരും വരണം എന്ന് പറയണം. അങ്ങനെ എല്ലാവരും ഓടി വന്നു. പിന്നീട് ആ ഒരു ഫിൽറ്റർ ഫ്രെയിം അത് പതിയെ മാറ്റിയിട്ട് ഒരു കാഴ്ച ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബുധൻ എന്ന ആ ഒരു ഗ്രഹം. മനുഷ്യരാശിക്ക് ആദ്യമായിട്ടല്ലേ ഈ ഒരു കാഴ്ച കാണുന്നത്. അതിന്റെ ആ ഒരു അമ്പരപ്പ് എല്ലാവരുടെയും മുഖത്തുണ്ട്. എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഹാർവി ഉണ്ടല്ലോ, ഹാർവി വന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തോ ഒരു ശബ്ദം ഇയാൾ കേട്ടു എന്ന് പറയാണ്. ഓൾറെഡി ആ ഒരു സൗണ്ട് റെക്കോർഡഡ് ആണ്. അപ്പൊ ആ ഒരു സൗണ്ട് ഇവരുടെ ഈ ഒരു പേടകത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഇക്വറസിനോട് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയാണ്. എല്ലാവരും ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ ആർക്കും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവരിപ്പോ കണ്ട ഒരു ഗ്രഹം ഉണ്ടല്ലോ ബുധൻ, അതിനരികിലൂടെ പോയപ്പോഴാണ് ഇങ്ങനെയൊരു ശബ്ദം ഹാർവി ശ്രദ്ധിച്ചതും അത് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതും. അങ്ങനെ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് ഹാർവി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതെന്താണെന്ന്. അതായത് ഈ ശബ്ദം കേൾക്കുന്നത് നമുക്ക് മുന്നേ ഈ ഒരു മിഷനുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഇക്വറസ് 1, ആ പേടകത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്നാൽ ആർക്കും ഈ ഒരു കാര്യം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു ടീമിലെ ഒരു ചൈനക്കാരനാണ്, അതായത് ഈ ഒരു പേടകത്തിന്റെ നാവിഗേറ്റർ വഴികാട്ടിയായിട്ടുള്ള ഒരാൾ. ഇയാളുടെ പേര് ട്രേ എന്നാണ്. അപ്പൊ ട്രേ ചോദിക്കുന്നത് നീ അപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പോഴും ഈ ഒരു ഇക്വറസ് 1 ആളുകൾ ജീവനോടെ ഉണ്ട് എന്നാണോ? അതിനൊന്നും ഒരിക്കലും സാധ്യതയില്ല എന്ന് ഹാർവി പറയാണ്. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കേട്ട നമ്മുടെ കാസി ചോദിക്കുകയാണ് അതൊക്കെ പോസിബിൾ ആണോ? സോ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന കൊറോസ അവള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അത്യാവശ്യം ഓക്സിജനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പേടകത്തിൽ അവർ പോയത്. എന്നാൽ ആളുകളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ട് തന്നെ ആ ഭക്ഷണവും ഓക്സിജനും എല്ലാം നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഈ 7 വർഷത്തോളം അതിൽ ചില ആൾക്കാർക്കെങ്കിലും അതിജീവിക്കാൻ പറ്റിയേക്കാം. അതൊരു സാധ്യത മാത്രമാണ്. ഈ സമയത്ത് നമ്മുടെ കഥാനായകനായിട്ടുള്ള റോബർട്ട് ക്യാപ്പ് ചോദിക്കുകയാണ്, അല്ല ഈ ഒരു ഇക്വറസ് 1 അതിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയോ? സാധ്യത വളരെ കുറവാണ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ അടുത്തുകൂടെ പോവുകയാണെങ്കിൽ മാത്രം അതിനെ കാണാൻ പറ്റുമെന്ന് പറയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള കനഡ ഇക്വറസ് എന്ന ഇവരുടെ ഈ ഒരു AI സിസ്റ്റത്തിനോട് അതിന്റെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയണം. അങ്ങനെ ഇവരുടെ പേടകത്തിലെ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കുറച്ച് നേരം കൊണ്ട് അതിന്റെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി അതിന്റെ അടുത്തേക്ക് പോണോ വേണ്ടിയോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ്. ഇപ്പോ മെയ്സ് പറയാണ് ഒരാവശ്യമില്ല, നമ്മൾ അങ്ങോട്ടേക്ക് പോകരുത്. കാരണം അത് നമ്മുടെ ദൗത്യത്തിന്റെ ഒരു ഭാഗമേ അല്ല. നമുക്ക് വലിയൊരു ദൗത്യം ചെയ്തു തീർക്കാനുണ്ട്. അതാദ്യം നമ്മൾ പൂർത്തിയാക്കണം. സപ്പോസ് ഈ ഒരു ഇക്വറസ് 1 അടുത്തേക്ക് പോയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മിഷൻ ഫെയിൽ ആവും. സോ അത് വേണ്ട എന്ന് തന്നെ ഇപ്പൊ മെയ്സ് പറയാണ്. എന്നാൽ ഡോക്ടർ സിറിൽ മറ്റൊരു കാര്യം പറയാണ്, ശരിയാണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ദൗത്യത്തിന് മുന്നിൽ ഈ ഇക്വറസ് 1 അടുത്തേക്ക് പോവാ എന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരാണ്. എന്നാൽ നമ്മൾ ഈ കൊണ്ടുപോകുന്ന സ്റ്റെല്ലാർ ബോംബ് അവിടെ വെച്ച് വർക്ക് ആവണമെന്ന് 100% ഉറപ്പ് പറയാൻ പറ്റുമോ? സോ എപ്പോഴും നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് നല്ലതല്ലേ? അതായത് ഇക്വറസ് 1 ആ ഒരു ബോംബ് കൂടെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി എങ്ങാനും നമ്മുടെ മിഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിച്ചൂടെ എന്ന് പറയണം. ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ. എന്നാൽ ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള റോബർട്ട് ക്യാപ്പ തന്നെ ഇതിനെക്കുറിച്ച് പറയണം. സോ അതുകൊണ്ട് ക്യാപ്റ്റൻ കനഡ തന്നെ റോബർട്ടിനോട് ഈ ഒരു കാര്യം ചോദിക്കുകയാണ്, നിന്റെ അഭിപ്രായം എന്താ, നീ ഒന്ന് പറഞ്ഞെന്ന് പറയണം. പിന്നീട് നമ്മുടെ ഒരു റോബർട്ട് ക്യാപ്പയായിട്ട് തന്നെ കുറച്ച് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇക്വറസും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സൂര്യന്റെ അടുത്തേക്ക് ഇവർ എത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ ഒരു പേടകം ഉണ്ടല്ലോ അത് രണ്ടായിട്ട് മുറിഞ്ഞു പോകും. പേടകത്തിന്റെ മുൻഭാഗമായിട്ടുള്ള മിറേർഡ് സ്റ്റെല്ലാർ ബോംബ് ഇതിൽ നിന്നും അകന്നു പോയിട്ട് ആ ഒരു സൂര്യന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടണം. അതിന്റെ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ക്യാപ്പ കനഡയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നോക്കി, പക്ഷെ ചില പ്രശ്നങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞു. അതായത് നമ്മൾ ഈ ഒരു ബോംബ് സൂര്യനിലേക്ക് അയക്കുന്ന സമയത്ത് അതിന്
സൂര്യനെ പുഷ് ചെയ്യാനായിട്ട് നമ്മൾ അതിലൊരു എന്താ പറയാ ഒരു ത്രസ്റ്റർ കൊടുക്കും. അതുപോലെ തന്നെ സൂര്യന്റെ അതിശക്തമായ ഗ്രാവിറ്റി, പിന്നെ അതിന്റെ ഒരു ടെമ്പറേച്ചർ എല്ലാം കൂടി ആകുമ്പോൾ അതിവേഗത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു പേലോഡ്, അതായത് സ്റ്റെല്ലാർ ബോംബ് സൂര്യനിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതിന് മുന്നേ ഇത് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100% ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. സോ എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് നല്ലതാണെന്ന് ഇപ്പൊ ക്യാപ്പ് പറഞ്ഞപ്പോൾ കാനഡയും ഓക്കെ എന്തായാലും നമുക്ക് എന്നാൽ ആ ഒരു പേലേഡും കൂടെ ആ ഒരു ഇക്വാറസ് 1 പോയിട്ട് എടുക്കാന്ന് പറയണം. അങ്ങനെ ഇവർ നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ഇക്വാറസ് 1 എന്ന ഒരു പേടകത്തിന്റെ അടുത്ത്. എന്തായാലും ജോലിക്കിടയിൽ ചെറുതായിട്ട് നമ്മുടെ ഈ റോബർട്ട് ക്യാപ്പ് ഒന്ന് മയങ്ങി പോവാണ്. അവൻ മയങ്ങിയ ഉടനെ തന്നെ ഒരു വല്ലാത്ത കാഴ്ച ഈയിടെയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, അതായത് ഒരു തീയിലേക്ക് വീഴുന്ന പോലെ. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ്. അവന്റെ തൊട്ടടുത്ത് തന്നെ ക്യാസി ഉണ്ടായിരുന്നു. അപ്പൊ ക്യാസി പറയാണ്, നീ കണ്ടിട്ടുണ്ടാകുന്ന കാഴ്ച അതെന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിനക്ക് മാത്രമല്ല എല്ലാവരുടെയും കണ്ണിലേക്ക് വരുന്ന ഒരു വിഷ്വൽ തന്നെയാണത്. മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഡോക്ടർ സിറിലിനെ ഒന്ന് പോയി കണ്ടോന്ന് പറയാൻ കേട്ടോ. ഡോക്ടർ സിറിലാണെങ്കിലോ അദ്ദേഹത്തിന്റെ ആ ഒരു ക്രേസി ആയിട്ടുള്ള ഹോബിയിലാണ്, അതായത് സൂര്യൻ അങ്ങനെ നോക്കി നിൽക്കുക. ഇത്രയും വേർഡായിട്ടുള്ള ഒരു ഹോബി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഭൂമിയിൽ നിന്ന് ചുമ്മാ ഒന്ന് ആകാശത്തിലേക്ക് സൂര്യനെ നോക്കുമ്പോൾ തന്നെ കണ്ണൊരുമാതിരി ഒരു മഞ്ഞളിപ്പാണ്. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഈ പേടകത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ഒരു അലേർട്ട് കേട്ട് എല്ലാവരും കൂടെ ട്രേഡ് അടുത്തേക്ക് ചെല്ലാണ്. കാരണം ഈ ഒരു പേടകത്തിന്റെ നാവിഗേറ്റർ അവനാണ്. അവൻ ഭയങ്കര ടെൻഷനിലാണ്. അവൻ എന്തോ അബദ്ധം പറ്റിപ്പോയി എന്ന് പറയാണ്. എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ആ ഒരു ഇക്വാറസ് 1 അതിന്റെ അടുത്തേക്ക് പോകാനായിട്ട് ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഒരു പേടകം ഓട്ടോമാറ്റിക്കൽ മോഡിൽ നിന്നും ഇവന് മാനുവൽ ആയിട്ട് കുറച്ചു നേരം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വന്നു. അതിലെന്തോ ചെറിയൊരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പിഴവ് വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ഒരു ദിശയിലും അതുപോലെ തന്നെ പേടകത്തിനും എന്തൊക്കെയോ ചില കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർവി ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ട്രൈ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. ഒരുപാട് നോക്കിയിട്ട് ട്രയൽ നോക്കി തന്നെ ചെയ്തത്, പക്ഷേ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര കരച്ചില്. ഇപ്പൊ ഇവരുടെ ക്യാപ്റ്റനായിട്ടുള്ള കാനഡ പറയാണ്, ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഞാൻ എന്തായാലും പുറത്തു പോയിട്ട് ആ ഒരു ഷീൽഡ് അതുപോലെ തന്നെ സെൻസർ അതിനെന്തെങ്കിലും പറ്റിയോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് വരാം. പക്ഷേ ക്യാപ്റ്റൻ കാനഡ ഇയാൾ ഒറ്റയ്ക്ക് പോയാലൊന്നും ഈ ഒരു പരിപാടി നടക്കില്ല. അപ്പൊ കൂട്ടിനായിട്ട് വേറെ ആരെങ്കിലും ചെല്ലണം, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. എന്തായാലും സെക്കൻഡ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർവി വരണ്ട എന്ന് തന്നെ കാനഡ പറയണം. കാരണം ഈ കാനഡയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇയാളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് നമ്മുടെ റോബർട്ട് ക്യാപ്പെ സെലക്ട് ചെയ്യാണ്. പിന്നീട് ഈ ഒരു പേടകത്തിന് പുറത്തു പോകാനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിഫോം കാര്യങ്ങളൊക്കെ ഇവർക്ക് ധരിക്കേണ്ടതുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന അതിമാരകമായിട്ടുള്ള ആ ഒരു ചൂട്, അതുപോലെ തന്നെ സൂര്യന്റെ ആ ഒരു വെളിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് അതിമാരകമായിട്ടുള്ള നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് തണുപ്പും. സോ തണുപ്പിനെയും ചൂടിനെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സ്യൂട്ട് ഇട്ടുകൊണ്ട് ഇവർ രണ്ടുപേരും, അതായത് റോബർട്ട് ക്യാപ്പയും അതുപോലെ കാനഡയും രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഈ ഒരു പുറത്തെ ആ ഒരു ഷീൽഡ് ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും 100% സൂര്യനെ അഭിമുഖമായിട്ട്, അതായത് കറക്റ്റ് നേരെയാ നിൽക്കുന്നത്. അതിന് നേരെങ്ങാനും പോയി നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ അംബ്രല്ല ഷേപ്പുള്ള ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അതിനെ ഒന്ന് ചെരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഭാഗത്ത് ഒരു ഇച്ചിരി ഇരുട്ടായിട്ട് വരും. അങ്ങനെ ഡാമേജ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ഇരുട്ട് പോലെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ കാനഡ അതുപോലെ തന്നെ ക്യാപ്പ രണ്ടുപേരും ചെല്ലുകയാണ്. പോയി നോക്കുമ്പോൾ ഇതുപോലെ മാനുവൽ ആയിട്ട് നമ്മുടെ ട്രേ കൺട്രോൾ ചെയ്യാൻ നോക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഒരു ഷീൽഡിന്റെ കുറച്ച് ഭാഗം കംപ്ലൈന്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇതിവരിങ്ങനെ നന്നാക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ടോട്ടലി സ്ട്രക്ചറിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യന്റെ പ്രകാശം ഈ ഒരു പേടകത്തിലേക്ക് അടിക്കുന്നതിന്റെ ആ ഒരു ദിശ, മീൻസ് അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങൾ എല്ലാത്തിലും ഒരു വേരിയേഷൻ വരികയാണ്. അത് ഇവരുടെ പേടകത്തിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേടകത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു കൊറോസ, അവൾ നോക്കുന്ന അവളുടെ ആ ഒരു ഓക്സിജൻ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയ ഫാം ഉണ്ടല്ലോ, അതിന് വലിയ രീതിയിൽ ഡാമേജ് വരികയാണ്. അതായത് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അത് അത്ര എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. സോ ഈ മുന്നിൽ നിവർത്തി വെച്ചിരിക്കുന്ന ആ ഒരു മിറേഡ് ഷേപ്പ് ആയിട്ടുള്ള ആ ഒരു അംബ്രല പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ നേരെ തന്നെ ആക്കണം. അത് നേരെ ആക്കുന്നതിന് മുന്നേ ആയിട്ട് എങ്ങനെയെങ്കിലും അത് വേഗം നന്നാക്കിയിട്ട് ക്യാപ്പയും കാനഡയും ഉള്ളിലേക്ക് തിരിച്ചു കയറണം. ഈ ഒരു കാര്യം വേഗത്തിൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പൊ ക്യാപ്പ പറയണ നമുക്ക് തിരിച്ചു പോയാലോന്ന്, എന്നാൽ കാനഡ പറയണം ഇത് പൂർണ്ണമായിട്ട് നന്നാക്കാതെ നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പേടകത്തിന് ബാധിക്കും. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും പോ, ഞാൻ ഇത് നന്നാക്കിയിട്ട് വേഗം വരാന്ന് പറയണം. സോ ക്യാപ്പ ആദ്യം മുന്നിലേക്ക് പോയി. ഇപ്പൊ പതിയെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു അംബ്രല ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് പതിയെ സ്ട്രൈറ്റ് ആയിട്ട് വരികയാണ്. അപ്പോഴേക്കും കാനഡ ആ ഒരു ഷീൽഡും സെൻസറും എല്ലാം നന്നാക്കി കഴിഞ്ഞു. പക്ഷേ രക്ഷപ്പെട്ട് വരാനായിട്ട് ആ പാവത്തിന് പറ്റിയില്ല. കാരണം ആ ഒരു അംബ്രല ഷേപ്പ് പൂർണ്ണമായിട്ടും സ്റ്റഡി ആയ സമയത്ത് നല്ല ടെമ്പറേച്ചർ വന്നിട്ട് അടിക്കുകയാണ്. അതിൽ പെട്ട് ഈ കാനഡ കരിഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും കാനഡയുടെ കൂടെ പോയ നമ്മുടെ റോബർട്ട് ക്യാപ്പ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഇവരുടെ ടീമിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ മരണപ്പെടുകയാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ എന്ന് കരുതിയിട്ട് ട്രേ ഉണ്ടല്ലോ, അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് മരണപ്പെട്ടില്ല. അവൻ എല്ലാവരും കൂടെ രക്ഷപ്പെടുത്തുകയാണ്. എന്തായാലും ഇനി ഒരു പേടകത്തിന്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത് സെക്കൻഡ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർവിയാണ്. ഇനി ഹാർവിയാണ് ഇവർക്ക് കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. എന്തായാലും പേടകത്തിൽ വലിയൊരു അപകടം നടന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു മിഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള, അതായത് സൂര്യന്റെ അരികിൽ വരെ ഇവർക്ക് എത്തണമല്ലോ, അത്രയും നേരം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇപ്പോൾ പേടകത്തിലില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇക്വാറസ് 1 അതിനരികിലേക്ക് ഇവരെത്തുകയും വേണം, അതിൽ നിന്നും ഓക്സിജൻ സപ്ലൈ എടുക്കുകയും വേണം. സോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരൊരു തീരുമാനമാക്കിയിട്ടുണ്ട്. എന്നാൽ കൊറോസ ഉണ്ടല്ലോ, ഓക്സിജൻ ഉണ്ടാക്കുന്ന ആ ഒരു ലേഡി,
അവര് നമ്മുടെ കാസിയും അതുപോലെ തന്നെ മേസനെയും വിളിച്ച് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ നിന്നും ഏതെങ്കിലും 2 ആൾക്കാർ ഇല്ലാതാവുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക്, അതായത് 5 പേർക്ക് സുഖമായിട്ട് തന്നെ സൂര്യന്റെ അരികിലേക്ക് എത്താനും പറ്റും, ആ ഒരു മിഷൻ പൂർത്തിയാക്കാനും പറ്റും. ബട്ട് 2 ആൾക്കാരെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും കൊന്നുകളയെന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഒരു റോബർട്ട് ക്യാപ്പ ആണെങ്കിൽ അവന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ആ ഒരു ബോംബ്, അതിന്റെ ആ ഒരു കാര്യങ്ങൾ ഇതൊക്കെ നോക്കലാണ്. സോ ആ ഒരു സ്റ്റെല്ലാർ ബോംബിന്റെ ഓരോ കാര്യങ്ങളും അവൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കാസി വരികയാണ്. കാസി അവനോട് കാര്യങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കുകയാണ്. അതായത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ക്യാപ്പ പറയണേ എത്രയും പെട്ടെന്ന് ഇക്കോറസ് 1 കണ്ടുപിടിക്കണം, അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ തിരിച്ചെടുക്കണം. എന്നാൽ ഇതിലൊന്നും കാസിക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ കാസി നമ്മുടെ ഈ ഒരു ക്യാപ്പയോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് പേടിയും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ? ഈ സമയത്ത് ക്യാപ്പ ഒരു മറുപടി പറയുന്നുണ്ട്. നമ്മളിപ്പോ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ അവനെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിനക്ക് സങ്കല്പിക്കാൻ കഴിയോ എത്രത്തോളം വലിയൊരു ബ്ലാസ്റ്റ് ആണ് നമ്മൾ അവിടെ പോയിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്? നമ്മുടെ ഭൂമിയിൽ വെച്ച് നമുക്ക് എടുക്കാൻ കഴിയുന്നതിന്റെ അത്രയും അളവിൽ ബോംബുകൾ ഉണ്ടാക്കാനുള്ള എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു ഉണ്ടാക്കിയതാണ് ഈ വലിയൊരു ബോംബ്. അവിടെ എത്തി ചെറിയൊരു സ്പാർക്കിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അതിമാരകമായിട്ടുള്ള വലിയ പ്രഹരശേഷിയുള്ള ഒരു സ്ഫോടനമാണ്. അപ്പൊ ഇത്രയും വലിയൊരു ദൗത്യം ചെയ്യാൻ പോകുന്ന നമ്മൾ, അതായത് ഞാൻ ഭയക്കേണ്ട ആവശ്യമുണ്ടോ? അതിലൊരു അർത്ഥമുണ്ടോ? മനുഷ്യരാശിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം ചെയ്യാനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ചെറിയൊരു മരണം, അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഈ ദൗത്യം അത് പൂർത്തിയാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി എന്ന് പറയാം. എന്തായാലും ഇതിനുശേഷം ക്യാപ്പ നേരെ പോകുന്നത് ഡോക്ടർ സിറിലിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഇവർ ആ ഒരു ഒബ്സർവേഷൻ റൂമിൽ വെച്ചിട്ട് ഇവര് തേടി വന്ന ഇക്വാറസ് 1 എന്ന ഒരു പേടകം അതിന്റെ അടുത്തേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ ഈ 2 പേടകവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഒരു സ്ഥലം അതെല്ലാ പേടകത്തിലും ഉണ്ടാവും. അങ്ങനെ ഈ 2 പേടകവും തമ്മിൽ യോജിപ്പിക്കുകയാണ്. ഇതിനുശേഷം അതിന്റെ ഉള്ളിലേക്ക് ഇവരെല്ലാവരും കയറി ചെല്ലുന്നുണ്ട്. സോറി കേട്ടോ, എല്ലാവരും ഇല്ല, 4 പേരാണ്. ഒന്ന് നമ്മുടെ റോബർട്ട് ക്യാപ്പ, അതുപോലെ തന്നെ മെയ്സ്, പിന്നെ ഡോക്ടർ സിറില്, അതുപോലെ ഇവരുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർവി. എന്നാലുണ്ടല്ലോ ആ പേടകത്തിന്റെ ഉള്ളിലേക്ക് ഇവരിപ്പോ പോയ സമയത്ത് പൂർണ്ണമായിട്ടും ഇരുട്ടാണ്, കരണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നിറയെ പൊടിപടലങ്ങൾ ഈ ശൂന്യാകാശത്തിൽ. അതും ഈ പേടകത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് പൊടിപടലങ്ങൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ സിറില് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ പൊടിപടലങ്ങൾ പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. അതായത് തൊലി ഉണ്ടല്ലോ മനുഷ്യന്റെ, ആ തൊലി പറഞ്ഞ് അത് പൊടികളായിട്ട് പാറി നടക്കുന്നതാണ്. എന്തായാലും ഇതിനുശേഷം ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് പോയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടോന്ന് പരിശോധിക്കുകയാണ്. ഇതേ നേരം ക്യാപ്റ്റനായിട്ടുള്ള ഹാർവി മറ്റൊരു ഹാളിലേക്ക് എത്തുന്നുണ്ട്. ആ ഹാള് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനു ഉപയോഗിക്കുന്നതാണ്. അത് തന്നെ ഓക്സിജൻ അതുണ്ടാക്കാനും അതുപോലെ തന്നെ ഫാമിങ്ങിനും വേണ്ടിയിട്ട് 7 വർഷമായിട്ട് ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നത് കൊണ്ട്, യാതൊരു ഉപയോഗമില്ലാതെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ സസ്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളർന്നിരിക്കുകയാണ്. ശരിക്കും സ്പേസിൽ ഇതുപോലൊരു കാര്യം കണ്ട സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഹാർവി വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ മെയ്സ് ഉണ്ടല്ലോ, അവനൊരു കാര്യം കിട്ടുന്നുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് 7-6 വർഷങ്ങൾക്ക് മുന്നേ റെക്കോർഡ് ചെയ്ത ഒരു പഴയ വീഡിയോ ആയിരുന്നു. അതിൽ സംസാരിക്കുന്നത് ഇക്വാറസ് 1 എന്ന ഈ ഒരു ഷിപ്പ് ഉണ്ടല്ലോ, ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ് പെൻ ബേക്കർ. അയാള് വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വന്ന ആ ഒരു മിഷൻ അത് ഫെയിൽ ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ ശാസ്ത്രമോ കണ്ടുപിടുത്തോ ഒന്നും ഈ സൂര്യന്റെ മുന്നിൽ ഒന്നുമല്ല. നമ്മൾക്കെല്ലാം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് പ്രപഞ്ചത്തിലെ പല രഹസ്യങ്ങളും. അതൊന്നും കണ്ടുപിടിക്കാനോ തേടിപ്പോവാനോ തേടി കണ്ടുപിടിക്കാനോ നമ്മളെ കൊണ്ടാവില്ല. ഇതിനെല്ലാത്തിനും അപ്പുറമായിട്ട് മറ്റൊരു ശക്തിയുണ്ട്. അതായത് ഒരു ദൈവികമായ രീതിയിൽ ഇയാൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഒരു കാര്യം പറയട്ടെ, ഇവർ പോയിരിക്കുന്നത് വളരെയധികം സയൻസ് മാത്രം ഉപയോഗിച്ച് പോകേണ്ട ഒരു വലിയ മിഷനാണ്. അവിടെ ആത്മീയതയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ സംതിങ് ഈ പറയുന്ന ആൾക്ക് മാനസികമായിട്ട് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ തല തിരിഞ്ഞു പോയി. എന്തായാലും തകർന്നു കിടക്കുന്ന ഈ ഷിപ്പിന്റെ ക്യാപ്റ്റനായിട്ടുള്ള പെൻ ബേക്കർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇവരങ്ങനെ കേൾക്കുകയാണ്. അതുപോലെ തന്നെ റോബർട്ട് ക്യാപ്പ അവൻ വന്ന പാട് തന്നെ നേരെ പോയി നോക്കുന്നത് ആ ഒരു മിറേഡ് സ്റ്റെല്ലാർ ബോംബ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അത് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്ന സമയത്ത്. ബോംബിന്റെ എല്ലാ പാർട്സും ഓക്കെയാണ്, ഇത് വർക്ക് ആവുകയും ചെയ്യും. എന്നാൽ ഇലക്ട്രിസിറ്റി പോലെയുള്ള കാര്യങ്ങൾ നോക്കുന്ന മെയ്സ് നേരെ താഴെ പോയി നോക്കുമ്പോൾ ഈ കരണ്ടും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ അത് ഫുള്ളായിട്ട് ഡാമേജ് ആയി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് വരാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു ബോംബിനെ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ബോംബും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ അത് പൊട്ടിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യണമെങ്കിൽ ഒരു എനർജി വേണ്ടേ. ആ എനർജിക്ക് ആവശ്യമായിട്ടുള്ള കരണ്ട് ഇതിലുണ്ടാക്കാൻ കഴിയില്ല, അത് മുഴുവൻ ഡാമേജ് ആയി കിടക്കുകയാണ്. അതായത് ഇക്വാറസ് 1 ഇവർ വന്ന ഒരു തീരുമാനം അതൊരു വിഡ്ഢിത്തരമായിരുന്നു എന്ന് മെയ്സ് പറയാണ്. ഇതേ നേരം തന്നെ വളരെ പേടിപ്പിക്കുന്ന വിചിത്രമായിട്ടുള്ള മറ്റൊരു കാഴ്ച ഒബ്സർവേഷൻ റൂമിൽ വെച്ചിട്ട് ഡോക്ടർ സിറിൽ അദ്ദേഹം കാണുകയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വാറസ് 1 ഉണ്ടായിരുന്ന ആസ്ട്രോണറ്റുകൾ, സയന്റിസ്റ്റുകൾ ഇവരെല്ലാവരും ഒബ്സർവേഷൻ റൂമിൽ ഒരുമിച്ചിരുന്ന് കത്തി നശിച്ച് കരിഞ്ഞു പോയ അവസ്ഥയിൽ ഒരു വല്ലാത്ത ഭീതിപ്പെടുന്ന കാഴ്ച തന്നെയായിരുന്നു അത്. വേഗം തന്നെ നമ്മുടെ ഡോക്ടർ സിറിൽ എല്ലാവരും ഇത് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു അമ്പരപ്പും ഭയം എല്ലാവരുടെ മുഖത്ത് ഇപ്പോൾ വന്നു. കാരണം മരണത്തിന് എത്രയൊക്കെ പേടിയില്ല എന്ന് പറഞ്ഞാലും നമ്മളൊക്കെ മനുഷ്യനല്ലേ, ഒരു ജീവനല്ലേ, ഒരു ജീവന് മരണത്തെ പേടിയില്ലാതിരിക്കുമോ? അങ്ങനെ ആ ഒരു ഭയത്തിൽ ഇവർ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരുടെ ഒരു പേടകത്തിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അതായത് ഇക്വാറസ് 1 എന്ന ഒരു പഴയ പേടകവും ഇക്വാറസ് 2 എന്ന ഇവരുടെ ഒരു പുതിയ പേടകവും തമ്മിൽ ഡോക്ക് ചെയ്തിരിക്കുന്ന
ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ പെട്ടെന്ന് ഒരു ബ്രേക്ക് സംഭവിക്കുകയാണ്. അതായത് ഈ രണ്ട് പേടകവും തമ്മിൽ പതിയെ പതിയെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടം പിടിച്ച ഒരു സിറ്റുവേഷൻ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വാറസ് 2-ൽ നിന്നും ഇക്വാറസ് 1-ലേക്ക് ഇവർ വന്നത് യാതൊരു സ്പേസ് സ്യൂട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. രണ്ട് പേടകം ഒരുമിച്ച് ബന്ധിപ്പിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. സോ ഇവർക്ക് നോർമലായിട്ട് അതിലൂടെ നടന്നു പോയാൽ മതി. എന്നാൽ ഇനി ഇവർക്ക് ഇവരുടെ പേടകത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു സ്പേസ് സ്യൂട്ട് അത് അത്യാവശ്യമാണ്. ഇപ്പൊ മെയ്സ് നോക്കുമ്പോൾ ഇക്വാറസ് 1 എന്ന് പറഞ്ഞ ഈ പഴയ പേടകത്തിൽ ആകെ ഒറ്റ സ്യൂട്ട് മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പെട്ടെന്ന് തന്നെ മെയ്സ് ആ ഒരു സ്യൂട്ട് എടുത്ത് എന്താ ചെയ്തതെന്ന് അറിയോ? അത് റോബർട്ട് ക്യാപ്പയ്ക്ക് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ക്യാപ്പയും ആ ഒരു സ്യൂട്ട് അണിയുന്നുണ്ട്. ഇതേ നേരത്താണ് ആ ഒരു ഗാർഡനിൽ നിന്നും ഇവരുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർവി വരുന്നത്. ഹാർവി പറയണം, അല്ല സ്യൂട്ട് ഒരെണ്ണേ ഉള്ളൂ, ഒന്നേ ഉള്ളൂവെങ്കിൽ ക്യാപ്റ്റനായിട്ടുള്ള എനിക്കല്ലേ നീ അത് തരേണ്ടത്, എനിക്കല്ലേ മുൻഗണന എന്ന രീതിയിൽ ഹാർവി സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ മെയ്സ് ഭയങ്കര ലോജിക്കലായിട്ട് ഒരു കാര്യം പറയാണ്. ക്യാപ്റ്റൻ, നിങ്ങൾ ആകെ ചെയ്യുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഏകീകരിക്കലാണ്. ഇനി അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പേലോഡ്, അതായത് സ്റ്റെല്ലാർ ബോംബ്, ഇതിനെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ അറിയാവുന്ന ഒരാളെയാണ്. നമ്മുടെ ഈ ഒരു ഷിപ്പിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുള്ളത് റോബർട്ട് ക്യാപ്പയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇവൻ തന്നെയാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകേണ്ടത്. എന്നാൽ ഈ ഒരു ഹാർവിക്ക് ഇത് അത്ര വലിയ ഇഷ്ടാവുന്നില്ല. എന്നിരുന്നാലും പിന്നീട് അത് തന്നെയാണ് ശരിയെന്ന് ഹാർവിക്കും തോന്നുകയാണ്. ഇതേ നേരം തന്നെ ഇവർ നോക്കുമ്പോൾ ഈ പഴയ പേടകം ഉണ്ടല്ലോ, ഇതിന്റെ പല ഭാഗം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പേടകത്തിന്റെ ഒരു ഭാഗം പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പേസിലേക്ക് ഇവരെ വലിച്ചെടുക്കപ്പെടും, അതും ഭയങ്കര ഫോഴ്സിൽ. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ മെയ്സിന് എന്തോ ഒരു ഐഡിയ തോന്നുകയാണ്. അതായത് നോർമലായിട്ട് ഇതിന്റെ ആ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ സ്പേസ് സ്യൂട്ട് നിൽക്കുന്ന മെയ്സ് തെറിച്ചു പോകുമല്ലോ. ആ ഒരു ഡയറക്ഷൻ നേരെ ഇവരുടെ ആ ഒരു പേടകത്തിന് നേരെ ആക്കി വെച്ചിട്ട് ആ ഒരു ഡോറ് തുറക്കുകയാണെങ്കിൽ അതിവേഗത്തിൽ അങ്ങോട്ടേക്ക് ഈ ഒരു ക്യാബിക്ക് പോകുമല്ലോ. സോ അവന്റെ കൂടെ വേണമെങ്കിൽ ഇവർക്കും ഒന്ന് പോകാം, ഒരു പരീക്ഷണം നടത്തി നോക്കാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴയ പേടകത്തിൽ ഒരുപാട് സിൽവർ ഫോയിലുകൾ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും കയറി എടുത്തുകൊണ്ട് മെയ്സും അതുപോലെ തന്നെ ഹാർവിയും അവരുടെ ആ ഒരു ശരീരത്തിൽ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് ക്യാപ്പയെ പിടിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു ഡോറ് അത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ആ ഒരു പ്രഷറും അതുപോലെ തന്നെ സ്പേസിൽ ആ ഒരു പ്രഷറും രണ്ടിന്റെയും വേരിയേഷൻ കാരണം ഇതിന്റെ ഉള്ളിൽ നിന്നും ഇവർ പുറത്തേക്ക് ഒരേറ്റ തെറിക്കലാണ്. സോ ഇവർക്ക് ഇവരുടെ ആ ഒരു പേടകത്തിന് അരികിലേക്ക് എത്താം. എന്നാൽ ഇവിടെ വേറൊരു വിഷയമുണ്ട്. ആ കാര്യം ഇവരോട് വന്ന് പറയുന്നത് ഡോക്ടർ സിറിലാണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ കറണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അതുകൊണ്ട് തന്നെ മാനുവലി ആരെങ്കിലും ഡോറ് തുറന്നേ മതിയാവുള്ളൂ, അല്ലാതെ ഒരു സ്വിച്ച് ഇട്ടാൽ ഈ ഡോറ് തുറക്കാൻ പോകുന്നില്ല. എന്നാൽ ആ ഒരു കാര്യം ചെയ്യാന്ന് ഡോക്ടർ സിറിൽ തന്നെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേരും തയ്യാറായി നിൽക്കുകയാണ്. അതായത് ക്യാപ്പയ്ക്ക് സ്പേസ് വിടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ മെയ്സും അതുപോലെ തന്നെ ഹാർവിയും രണ്ടുപേരും ആ ഒരു ഫോയിൽ പേപ്പർ പരമാവധി ചുറ്റിയിട്ട് അവൻ ഇറുക്കി പിടിച്ച് നിൽക്കുന്ന അതേ നേരം തന്നെ ഡോക്ടർ സിറിൽ ആ ഒരു ഡോർ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഭയങ്കര ഫോഴ്സിൽ ഇവർ 3 പേരും തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. മെയ്സും അതുപോലെ തന്നെ ക്യാപ്പയും അവർക്ക് പോകേണ്ട ആ ഒരു ദിശയിലേക്ക് പോകുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ക്യാപ്റ്റൻ ഹാർവിയുടെ പിടുത്തം വിട്ടുപോവാണ്. ഇയാൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് പോവാണ്. മാത്രമല്ല ആ ഒരു ഭാഗത്ത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ കൈയുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ഫ്രീസ് ആയി പോവാണ്. അതുപോലെ ഈ ഒരു പേടകത്തിൽ നിന്നും മടന്നു വന്ന ഒരു കമ്പിയുടെ കഷ്ണം ഇയാളുടെ ദേഹത്ത് അടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം പൊടിഞ്ഞു പോവാണ്. മാത്രമല്ല സൂര്യപ്രകാശം അത് നേരിട്ട് തട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് ഹാർവിയുടെ ബാക്കിയുള്ള ബോഡിയും കൂടെ പോവാണ്. ഒറ്റയടിക്ക് കരിഞ്ഞു പോകുന്നുണ്ട് അവന്റെ ആ ഒരു ശരീരം. ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് നമ്മുടെ ക്യാപ്പ അതുപോലെ തന്നെ മെയ്സ് രണ്ടുപേരും ഉള്ളിലേക്ക് വന്നു. അവര് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ മെഡിക്കൽ സപ്പോർട്ട് വേഗം തന്നെ കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ കേസി ആണെങ്കിൽ ഇക്വാറസ് 2-നെ സേഫ് ആയിട്ട് തന്നെ സൂര്യന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർ സിറിൽ ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഇക്വാറസ് 1-ൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവർ ആയിട്ടുള്ള ആ ഹോബി അത് ചെയ്യാനായിട്ട് അദ്ദേഹം നേരെ ഒബ്സർവേഷൻ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫിൽറ്റർ അദ്ദേഹത്തിനെ കൊണ്ട് എത്രത്തോളം മാറ്റാൻ കഴിയും അത്രയും അത് മാറ്റി. സൂര്യന്റെ ആ ഒരു വെളിച്ചം, ആ ഒരു തീവ്രത അത് പൂർണ്ണമായിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് അവൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സൂര്യന്റെ ആ ഒരു 100% തീവ്രത വെറും 3% മാത്രമേ അവൻ കണ്ടുള്ളൂ. എന്നാൽ ആ ഒരു 100% തീവ്രത അവൻ നേരിട്ട് കാണുകയാണ്. ആ ഒരു വെളിച്ചം അത് അവന്റെ ശരീരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷെ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് അവനത് കാണാൻ കഴിഞ്ഞു. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവൻ അത് മതിയായിരുന്നു. സോ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ അടുത്ത നിമിഷം തന്നെ അവൻ കത്തി അരിഞ്ഞു പോവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഇക്വാറസ് 2-ൽ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു മെയ്സ് അതുപോലെ കൊറോസ രണ്ടുപേരും ഒരു അനലൈസിസ് നടത്തിയാൽ ഇക്വാറസ് 2 എന്ന ഇവരുടെ ഈ ഒരു പേടകത്തിനും അതിന്റെ ആ ഒരു സിസ്റ്റത്തിനും യാതൊരു കുഴപ്പമില്ല. എന്നിട്ടും എങ്ങനെയാണ് ഈ രണ്ട് പേടകവും നേരത്തെ കണക്ട് ചെയ്ത സമയത്ത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്ന് അവിടെ ഒരു ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായത്? അതപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടായതല്ല, ആരോ ഒരാൾ അത് ഉണ്ടാക്കിയതാണെന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ ഈ കൊറോസയും അതുപോലെ തന്നെ ക്യാസിയും ഇവർ രണ്ടുപേരും ഈ ഇക്വാറസ് 1-ൽ നിന്നും ഇവരെല്ലാവരും തിരിച്ചു വരുന്നത് വരെ കൺട്രോൾ റൂമിലായിരുന്നു. അതുപോലെ തന്നെ മെയ്സ് പറയാണ്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ്, അതുകൊണ്ട് നമ്മളും ചെയ്തിട്ടില്ല. സോ ഈ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുള്ളത് ട്രൈ ആണെന്ന് പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ക്യാപ്പ ഈ ഒരു കാര്യത്തിന് എതിർക്കാണ്. ഒരിക്കലും അവനത് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. കാരണം അവന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം കുറെ നേരം അവൻ സ്വയം പഴിചാരി സ്വയം മരിക്കാൻ നോക്കിയ ആളാണ് ട്രേ. സോ അവനായിട്ട് ഒരിക്കലും ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെ ക്യാപ്പ പറയാണ്. പക്ഷേ ഇവിടെ വെച്ച് കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള എന്നാൽ കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കൊറോസ് പറയാണ്. അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇപ്പൊ നിലവിൽ ഈ ഒരു ഷിപ്പിലില്ല. അതുകൊണ്ട് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഇവർ ഇവിടെ വെച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഇനി ഇവർ 4 പേരല്ലേ ഉള്ളൂ. 4 പേർക്കും ആ ഒരു സൂര്യന്റെ അടുത്തേക്ക് എത്താനുള്ള ആ ഒരു ഓക്സിജൻ അത് ബാക്കിയാവണമെങ്കിൽ ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന നമ്മുടെ ട്രേ അവൻ ഇല്ലാതാവണം, അവനെ കൊല്ലണം എന്ന് പറയാണ്. ആദ്യമൊക്കെ ഇത് കേട്ടപ്പോൾ ക്യാപ്പ സമ്മതിച്ചേയില്ല
കേട്ടോ. എന്നാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൺവിൻസ് ചെയ്യാണ്, എന്തായാലും എല്ലാവരും മരിക്കും. സോ ഇപ്പൊ അവൻ നേരത്തെ മരിച്ചു എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിരുന്നാലും അവനെ കൊല്ലുന്ന കാര്യത്തിൽ കേസിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും അവളോട് സോറി പറഞ്ഞിട്ട് മേസൺ നേരെ ഈ ട്രേഡ് അടുത്തേക്ക് ചെന്നപ്പോൾ അവന്റെ ആ ഒരു റൂമിൽ കാണുന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് ബാത്റൂമിൽ കൈ മുറിച്ച് രക്തം ഒരുപാട് പോയിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ട്രേ. അതായത് അവനായിട്ട് അവന്റെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്തായാലും അതൊരു ഗുഡ് ഡിസിഷൻ ആയിരുന്നു ഈ ഒരു സമയത്ത് കേട്ടോ. അതായത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെങ്കിലും ഈ സമയത്ത് ട്രൈ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. അവനെ കൊല്ലാനായിട്ടാണ് മേസ് വന്നതെങ്കിലും ഇത് കണ്ട സമയത്ത് അവന് വല്ലാതെ വിഷമാവാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാപ്പയും വരുന്നുണ്ട്. ക്യാപ്പയെ കണ്ട പാടിനെ മേസിന് ദേഷ്യം വരികയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്പ കാരണമാണല്ലോ ഇക്വാറസ് 2ന്റെ അരികിലേക്ക് ഇവർ പോയതും ഇവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതും. അതിന്റെ പേരിൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാവാണ്. അവസാനം ഇത് തല്ലിലേക്ക് വരെ എത്തുന്നുണ്ട്. ഇതിങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ കൊറോസയും കേസിയും ഇവരെ പിടിച്ചു മാറ്റാൻ പോയില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി രണ്ടുപേരും തളർന്നു നിൽക്കുകയാണ്. ഇപ്പൊ കൊറോസ പറയാണ്, നിങ്ങളുടെ കഴപ്പ് കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് വാ, പണി ബാക്കിയുണ്ടെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും വീണ്ടും അവരുടേതായ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പോവാണ്. റോബർട്ട് ക്യാപ്പയാണെങ്കിലും നേരെ ആ ഒരു മിറേഡ് സ്റ്റെല്ലാർ ബോംബ് അതിന് ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. മാത്രമല്ല ഇനി ഈ ഒരു ഷിപ്പിൽ ബാക്കിയുള്ളത് ഇവർ 4 പേരാണ്. 4 പേരുടെ ഹെൽത്ത് കണ്ടീഷൻ, അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇതെല്ലാം ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ഇക്വാറസിലെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനോട് പറയാണ്. ഇപ്പോൾ അത് അനലൈസ് ചെയ്തതിന് ശേഷം ക്യാപ്പയോട് ആ ഒരു ഇക്വാറസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു മിഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഇപ്പൊ നിലവിൽ ഈ ഒരു പേടകത്തിൽ ഇല്ല എന്ന് പറയാണ്. അതായത് 19 മണിക്കൂർ വേണം ഇവർക്ക് സൂര്യന്റെ അരികിലേക്ക് എത്താൻ. എന്നാൽ 16 മണിക്കൂർ മാത്രം ശ്വസിക്കാനുള്ള ഓക്സിജനെ ഇതിലുള്ളൂ. എന്നാൽ ക്യാപ്പയാണെങ്കിൽ ഇതിനെ എതിർക്കാണ്. കാരണം കൊറോസ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 19 മണിക്കൂർ ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇതിലുണ്ട് എന്ന്. നമ്മളിപ്പോ എല്ലാവരും കൂടെ 4 പേരല്ലേ ഉള്ളൂ, സുഖമായിട്ട് 19 മണിക്കൂർ പോകും. ഇനി ഈ സമയത്താണ് ഇക്വാറസ് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരല്ല, നിങ്ങളെ കൂടാതെ വേറെ ഒരാൾ കൂടെ ഈ ഒരു ഷിപ്പിലുണ്ട് എന്ന് പറയാണ്. അപ്പൊ ട്രേ മരിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ അത് ട്രേ അല്ല, അത് വേറൊരാളാന്ന് പറയാണ്. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇക്വാറസിനും അയാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. സോ അയാൾ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒബ്സർവേഷൻ റൂമിലാണെന്ന് പറയാണ്. നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാപ്പ് പോവാണ്. അവൻ ആ ഒരു ഒബ്സർവേഷൻ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആരോ ഒരാൾ പൊന്തിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ വിചിത്രനായിട്ടുള്ള ഒരു മനുഷ്യനെ അവൻ അവിടെ വെച്ച് കാണുന്നുണ്ട്. അയാളുടെ മുഖം അവ്യക്തമായിരുന്നു. എന്നിരുന്നാലും ക്യാപ്പ അത് കണ്ട് അയാളെ ഐഡന്റിഫൈ ചെയ്യാണ്. പിൻ ബ്രേക്കർ അയാൾ തന്നെ ഇക്വാറസ് 1 7 വർഷം മുന്നേ കാണാതായി എന്ന് പറയുന്ന ആ പേടകത്തിലെ ക്യാപ്റ്റൻ. ഇയാളിപ്പോ വന്നിട്ട് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. വന്ന വാർഡ് തന്നെ ക്യാപ്പയെ മർദ്ദിക്കാനും കൊല്ലാനും വേണ്ടി ശ്രമിക്കുകയാണ്. അവന്റെ കഴുത്തിന് നേരെ ഒരു കത്തി വരെ വീശുന്നുണ്ട്. ചെറുതായിട്ട് അവന്റെ ദേഹത്ത് ഒരു മുറിവായിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ചേംബറിൽ കയറി ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു ക്യാപ്പയെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പിൻ ബേക്കർ ആണെങ്കിൽ നേരെ പോകുന്നത് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ച ആ ഒരു സ്ഥലത്തേക്കാണ്. ആ മെഷീൻ എപ്പോഴും നല്ല തണുപ്പായിരിക്കണം. അതിന്റെ ആ ഒരു ടെക്നോളജി അങ്ങനെയാണ്. സോ അത് നന്നായിട്ട് വർക്ക് ആവാതിരിക്കാനായിട്ട് അത് ആ ഒരു വെള്ളത്തിൽ നിന്നും, അതായത് കൂളന്റിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെക്കാണ് ഈ ഒരു പിൻ ബേക്കർ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വൈദ്യുതി അത് പതിയെ ഇനി ഇല്ലാതായിക്കോളും. ഇതേ നേരം തന്നെ നമ്മുടെ കൊറോസയാണെങ്കിൽ അവളുടെ ലാബിന്റെ ഒരു ഭാഗത്തായിട്ട് വളരെ യാദൃശികമായിട്ട് ഒരു കുഞ്ഞു ചെടി മുളച്ചത് കണ്ട് വളരെ സന്തോഷത്തിൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ പിന്നിൽ നിന്നും ഒരു കമ്പി കുത്തി കയറുകയാണ്. സ്പോട്ടിൽ തന്നെ കൊറോസ മരണപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കേട്ടോ. മറ്റാരുമല്ല, ആ ഒരു പിൻ ബേക്കർ ഇക്വാറസ് 1ന്റെ ക്യാപ്റ്റൻ തന്നെയാണ് കൊറോസയെ കൊന്നു കളഞ്ഞത്. ഇതേ നേരം തന്നെ ഷിപ്പിൽ ആ ഒരു കരണ്ട് മുഴുവൻ ഇപ്പൊ ഇല്ലാതായിട്ടുണ്ട്. സോ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ മെയ്സും അതുപോലെ തന്നെ കാസിയും ക്യാപ്പയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്യാപ്പയെ ഇവർക്ക് കിട്ടുന്നില്ല. കാരണം ക്യാപ്പ അവൻ രക്ഷപ്പെട്ട് കയറി ആ ഒരു മുറിയിൽ ട്രാപ്പായി നിൽക്കുകയാണ്. അതിന്റെ പുറത്തു നിന്നും ആ ഒരു പിൻ ബേക്കർ അവനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ചില ക്യാമറയിലൂടെ ഈ ഒരു ക്യാപ്പ നമ്മുടെ ഈ ഒരു മെയ്സുമായിട്ട് സംസാരിക്കാൻ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് അയാൾക്ക് ഭ്രാന്താണ്. ശരിക്കും ആ ഒരു മിഷൻ ഫെയിൽ ആയത് അയാൾ കാരണം തന്നെയാണ്. അയാളുടെ ഭ്രാന്തമായ ചിന്ത കാരണമാണ്. അയാൾ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിക്കണം, തടുക്കണമെന്ന് ഈ ക്യാപ്പയാണെങ്കിൽ മെയ്സിനോട് പറയണം. പിന്നീട് മെയ്സ് വേഗം തന്നെ പോകുന്നത് ആ ഒരു കോളന്റ് വെച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. കാരണം എന്തെങ്കിലും ഡാമേജ് വന്നാൽ അവിടെ പോയി നോക്കിയാൽ മതി, എല്ലാം നേരാക്കാൻ കഴിയും. അപ്പൊ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ കൂളന്റിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, കരണ്ടും കാര്യങ്ങളൊക്കെ അത് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഡിവൈസ് ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. വെറുതെ അല്ല കറണ്ട് ഇല്ലാത്തത്, ഈ പണ്ടാര ആരെടുത്ത് പുറത്തേക്ക് വെച്ചെന്ന് കരുതിയിട്ട് നമ്മുടെ ഈ ഒരു മെയ്സ് ആണെങ്കിൽ ആ ഒരു മെഷീനെ താഴേക്ക്, അതായത് ആ ഒരു വെള്ളത്തിലേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ അത് പോസിബിൾ ആവുന്നില്ല. പോസിബിൾ ആണ്, ആ വെള്ളത്തിലേക്ക് അവൻ ഇറങ്ങിയിട്ട് അവന്റെ കൈ കൊണ്ട് തന്നെ പിടിച്ചു താത്തണം. എന്നാൽ ഇത് സ്വയം മരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ വെള്ളത്തിന് അത്രയും തണുപ്പുണ്ട്. എന്നിരുന്നാലും ഇവരുടെ ഈ ഒരു പേടകം അതിൽ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ആ ഒരു മിഷൻ അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് മെയ്സ് ആ ഒരു കോളന്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു മിഷൻ പതിയെ താഴ്ത്തി വെക്കുന്നുണ്ട്. എന്നാൽ വിചാരിച്ചതുപോലെ തന്നെ അത് റീവർക്ക് ആവുന്നില്ല. ശരീരക്കാകെ തണുത്ത് മരവിച്ചു പോയിട്ട് മെയ്സ് എങ്ങനെയൊക്കെയോ ഇപ്പൊ ക്യാപ്പെ വിളിക്കുകയാണ്. ക്യാപ്പ പറയാണ്, ക്യാപ്പെ ഒരു രക്ഷയില്ല, ഇനി നീ വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു മിഷൻ സക്സസ് ആവുള്ളൂ. അതായത് ഇവരുടെ ഈ ഒരു പേടകത്തിൽ നിന്നും മിറേഡ് ഷേപ്പ് ആയിട്ടുള്ള ആ ഒരു സ്റ്റെല്ലാർ ബോംബ് ആ ഒരു പോർഷൻ അടത്തി കളയണമെങ്കിൽ കറണ്ട് അതില്ല. അതുകൊണ്ട് തന്നെ ക്യാപ്പ മാനുവലായിട്ട്, അതായത് അവന്റെ കൈകൾ കൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യണം. എന്തായാലും ആ ഒരു കാര്യം അവനോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് പതിയെ ഈ മെയ്സ് മരണപ്പെട്ടു പോകണം. കാരണം അത്രയും തണുപ്പ്
അവന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. എന്തായാലും ക്യാപ്പ ഇപ്പൊ രണ്ടും കൽപ്പിച്ച് ആ റൂമിൽ തന്നെ, അതായത് അവൻ പെട്ടെടുക്കുന്ന ആ ഒരു റൂമിൽ ഒരു ഗ്യാസ് കട്ടർ ഉണ്ടായിരുന്നു, അതെടുത്ത് ആ ഒരു വാതിൽ പൊളിച്ച് അവൻ നേരെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് ഇവരുടെ ഈ ഒരു പേടകത്തിൽ നിന്നും ആ ബോംബുള്ള സെക്ഷൻ ഉണ്ടല്ലോ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ബോംബുള്ള ആ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം വിചാരിക്കണം, വെറും ഒരു ബോംബിന് ഒരു കുഞ്ഞു കട്ട പോലത്തെ ഒരു സാധനമല്ല, അതും ഈ ഒരു പേടകത്തിന്റെ വലിയൊരു പോർഷനാണ്, അത് വലിയൊരു ഏരിയ ആണ്. എന്തായാലും ഇപ്പോൾ ഇവർക്ക് കമ്പ്യൂട്ടറോ കാര്യങ്ങളോ വെച്ചിട്ട് ഇതിനെ വേർപെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു എമർജൻസി സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് നീക്കിയപ്പോൾ ഈ പേലോഡും അതുപോലെ തന്നെ ഈ പേടകവും രണ്ടും രണ്ടാവുകയാണ്. എന്നാൽ നമ്മുടെ ക്യാപ്പ് ഉള്ളത് നിലവിലിപ്പോ ആ ഒരു പേടകത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവൻ അതിൽ നിന്നും സ്പേസിലേക്ക് എടുത്തു ചാടുകയാണ്. എന്നിട്ട് സ്പേസിലൂടെ വന്നിട്ട് ഈ പേലോഡിലേക്ക് അവൻ കയറുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പേലോഡ് അത് പതിയെ പതിയെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു ത്രസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഇത് വർക്ക് ആവുകയാണ്. അതായത് കുറച്ചും കൂടി വേഗത്തിൽ സൂര്യനിലേക്ക് ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകണം. ഇതേ നേരം തന്നെ ക്യാപ്പ അതിന്റെ ഉൾഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വിശാലമായിട്ടുള്ള വലിയൊരു ഏരിയ തന്നെയാണ് പേലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ. ഇതിലാണ് അത്രയും വലിയ ആ ഒരു ബോംബുകൾ ലോഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മുടെ ക്യാപ്പ ഒരു കാര്യം കാണാണ്. ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ക്യാസി, ഈ ക്യാസി ഉണ്ടല്ലോ പിൻബേക്കറെ കണ്ട് ആകെ പേടിച്ച് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അതേ നേരം തന്നെ പിൻബേക്കർ അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ ക്യാപ്പയെ അയാളുടെ കൈ കൊണ്ട് തൂക്കിയെടുക്കുകയാണ്. അസാമാന്യമായിട്ടുള്ള ഒരു ശക്തി ഇയാൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഇയാൾ എന്തൊക്കെയോ കിടന്ന് പൊലമ്പാൻ തുടങ്ങുകയാണ്. അതായത് ഏകാന്തത, അതുപോലെ എന്തൊക്കെയോ ചില സൈക്കോളജിക്കൽ ഇഷ്യൂ കാരണം ഇയാൾക്ക് എന്തൊക്കെയോ ഇലൂഷൻ വന്നിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഇയാൾ ദൈവത്തെ കണ്ടു, ദൈവത്തിനോട് സംസാരിച്ചു, ഇത് ദൈവമായിട്ടെടുത്ത തീരുമാനമാണ്, ഇതെല്ലാം ഇല്ലാതാവണം, ഇല്ലാതാവുന്നതിനെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് അതാണ് തെറ്റ്, ഞാൻ അതിന് സമ്മതിക്കില്ല, ഞാൻ ഈ ഒരു മിഷൻ പൂർത്തിയാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ക്യാപ്പെ ഇയാൾ കൊല്ലാൻ നോക്കുകയാണ്, അതായത് ഈ പിൻബേക്കർ. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ കേസി ആണെങ്കിൽ അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഇയാളുടെ കൈ പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ താഴേക്ക് ഇറങ്ങിയ നമ്മുടെ ക്യാപ്പ ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇയാളുടെ തള്ളി മാറ്റുക. മാത്രമല്ല ഇയാളുടെ കൈ ഇങ്ങനെ പിടിച്ച സമയത്ത് ആ ഒരു തൊലിയെല്ലാം ഉരിഞ്ഞ് കയ്യിലേക്ക് വരുന്നുണ്ട്. ഈ 7 വർഷത്തിൽ ഇയാളുടെ ശരീരം ഏതൊക്കെയോ രീതിയിൽ മാറിപ്പോയെന്നാ തോന്നുന്നത്. മാരകമായിട്ടുള്ള സൂര്യനിൽ ആ ഒരു റേഡിയേഷനും കാര്യങ്ങളൊക്കെ തട്ടി തട്ടി ക്യാൻസർ പോലെയുള്ള എന്തൊക്കെയോ അസുഖം ഇയാളുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. ഇയാളുടെ ശരീരത്തിൽ വലിയ മ്യൂട്ടേഷൻ ഒക്കെ വന്നു എന്നാ തോന്നുന്നത്. കാരണം ഇയാൾ അത്രത്തോളം അഗ്രസീവ് ആണ്, അത്രത്തോളം ശക്തനുമാണ് ഇപ്പോൾ. എന്നാൽ ഇതേ നേരം തന്നെ പേടകത്തിന് ചെറിയൊരു ഷേക്കിംഗ് സംഭവിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് അകലേക്ക് നമ്മുടെ ഈ ഒരു ക്യാപ്പയും അതുപോലെ തന്നെ കേസിയും വന്ന് തെറിച്ച് വീഴാണ്. ഈ സമയത്ത് കേസി അവളുടെ ഉള്ളിൽ ആ ഒരു പേടിയെല്ലാം കളഞ്ഞു. എന്നിട്ട് പറയാണ് സമയമായി അത് ചെയ്തോന്ന്. അതായത് ഇവർ സൂര്യനിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു ബോംബ് അത് ആക്റ്റീവ് ചെയ്താൽ മാത്രം മതി. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു പേടകം സൂര്യന്റെ ആ ഒരു അന്തരീക്ഷം അതിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി അധികം നേരമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ബോംബ് അതിനെ പൊട്ടിച്ചിരിക്കണം. സൂര്യന്റെ ആ ഒരു ചൂടും അതിന്റെ ആ ഒരു ഗ്രാവിറ്റി ഇതെല്ലാം കാരണം ഈ പേടകം നശിക്കരുത്. നശിക്കുന്നതിന് മുന്നേ തന്നെ ഇവര് ആ ഒരു ബോംബിനെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. ഒരു വല്ലാത്തൊരു ക്ലൈമാക്സ് തന്നെയാണ് ഇതിന്റെ അവസാനം. അതൊരു വേറെ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ആ ഒരു ഡയറക്ടർ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് സൂര്യനിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഇവരുടെ ആ ഒരു പേടകം, അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ നോക്കുന്ന നമ്മുടെ ക്യാപ്പ. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ ക്ലൈമാക്സ്. ഇത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതായത് രണ്ടും ഒരേ സമയത്ത് ഇങ്ങനെ കാണിക്കുക. സൂര്യന്റെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്ന പേടകവും അതുപോലെ ഉള്ളിൽ നിന്നും ഇത് നന്നാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ക്യാപ്പയും. നന്നാക്കാനല്ല, ആ ഒരു ബോംബിനെ അത് ആക്റ്റീവ് ആക്കാനായിട്ട്. അങ്ങനെ ഫൈനലി ക്യാപ്പ അത് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഹാൾ എന്ന് പറയുന്നില്ലേ, അത് വെറും ഒരു ഹാളല്ല, ആ ഒരു ബോംബ് അത് ആക്റ്റീവ് ചെയ്യാനായിട്ട് ആ ഒരു ടെക്നോളജിയാണത്. അങ്ങനെ അത് ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഈ ഹാളിന്റെ പല ഭാഗത്തു നിന്നും ചെറിയ ചെറിയ സ്പാർക്കുകൾ വരാൻ തുടങ്ങി. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അവനത് കാണുകയാണ്. പതിയെ പതിയെ ആ ഒരു സ്പാർക്ക് എല്ലാം ഒരുമിച്ച് ചേർന്ന് വലിയൊരു തീഗോളമായിട്ട് മാറുകയാണ്. തന്റെ മരണത്തെ ക്യാപ്പ് മുന്നിൽ കാണുന്നുണ്ട്. എന്നിട്ടും അവന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, അവന്റെ കണ്ണിലൊരു തിളക്കുണ്ട്. കാരണം മനുഷ്യരാശിയെ തന്നെ ഈ ഒരു ബ്ലാസ്റ്റിലൂടെ ഇവര് രക്ഷപ്പെടുത്താൻ പോവാണ്. എന്തോ വലിയൊരു കാര്യം നേടി. തീർച്ചയായിട്ടും അവൻ നേടിയാട്ടോ. ആ നേടിയതിന്റെ ആ സന്തോഷം അവന്റെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവന്റെ ചുണ്ടുകളിൽ വരുന്ന ആ ഒരു ചിരിയിൽ അത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവസാനം അവന്റെ മരണത്തെ അവൻ വളരെയധികം അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് അവൻ ഏറ്റുവാങ്ങുകയാണ്. ഇവിടെ സീൻ കട്ടായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയിലാണ്. സൂര്യപ്രകാശം വളരെയധികം കുറഞ്ഞതുകൊണ്ട് തന്നെ ഭൂമിയുടെ പല ഭാഗവും തണുത്തുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഭൂമിയിൽ നമ്മുടെ ഈ ഒരു റോബർട്ട് ക്യാപ്പ അദ്ദേഹത്തിന്റെ സഹോദരിയെ കാണിക്കുകയാണ്. സഹോദരിയുടെ കുഞ്ഞുങ്ങളുണ്ട്. അന്ന് റോബർട്ട് ഇവർക്കായിട്ട് അയച്ച ആ ഒരു മെസ്സേജ് ഇപ്പൊ സഹോദരി കാണുകയാണ്. സോ പിന്നീട് ആകാശത്തിൽ തെളിഞ്ഞ ആ ഒരു വെളിച്ചം വരുന്നത് കണ്ട് അവരുടെ മക്കളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതുവരെയായിട്ടും ഇല്ലാത്ത, ഇത്രയും കാലമായിട്ട് ഇവർ കാണാത്ത അങ്ങനെ ഒരു പ്രകാശം സൂര്യനിൽ നിന്നും വരികയാണ്. മാത്രല്ല നമ്മുടെ ക്യാപ്പ അവന്റെ സഹോദരിക്ക് അയച്ച ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, പതിവിൽ കൂടുതലായിട്ടുള്ള പ്രകാശം സൂര്യനിൽ നിന്നും വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഞങ്ങൾ വന്ന ഞങ്ങളുടെ മിഷൻ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, അതിൽ ഞങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ സൂര്യന്റെ പ്രകാശം കൂടിക്കൂടി വരികയാണ്. ചത്തുപോയ ആ നക്ഷത്രത്തിനെ മനുഷ്യൻ അവന്റെ അറിവ് കാരണം വീണ്ടെടുത്തിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.